നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ടർക്കിഷ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതും കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഐവറി ക്രീമാണ്, പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. മൾട്ടി കളറിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ആ ഒരു ലോവർ ബോർഡർ വന്നിട്ട് ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത്. നമ്മുടെ ഫിഗറിനനുസരിച്ച് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും ഓവറോൾ വരുന്ന സാരിക്ക്. ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ. സാരി ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് എഡ്ജിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു വർക്ക് വരുന്നത്. നല്ലൊരു മൾട്ടി കളർ നല്ല ഫിനിഷിലുള്ള വർക്കുമാണ് വരുന്നത്. ആ ബോർഡർ വരുന്നത് എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതേ മോട്ടീവ്സിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സിലുള്ള മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. ബേബി പിങ്ക്, ബ്ലൂ, റസ്റ്റിക് ഓറഞ്ച്, പീച്ച് ആ ഒരു കോമ്പിനേഷനുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. പല്ലുവിന്റെ എൻഡിൽ വരുമ്പോൾ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും മുന്താനിയുടെ എൻഡിൽ വരുന്നത്. ഡബിൾ സൈഡിലും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ്സ് വരുമ്പോഴും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്, ഐവറി ക്രീമിൽ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കളർ പാറ്റേണിലാണോ എല്ലാ സാരീസും വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ കോറൽ പീച്ച് ആണ്. കോറൽ പീച്ചിൽ ഒരു റെഡ് റിബൺ ബോർഡർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം സെൽഫ് കളറിലെ ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലീറ്റ്സിന്റെ ഹാഫ് പോർഷനിലായിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് അതേ പാറ്റേണിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും സാരിയിൽ വരുന്നത്. ക്ലോസറിൽ കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഒരു ലോവറും ഈ ഒരു പാറ്റേൺ ഡബിൾ ബോർഡർ സ്റ്റൈലിലാണ് സാരി വരുന്നത്. ആ ഒരു കോറൽ പീച്ചിൽ തന്നെയുള്ള നല്ല പാറ്റേണിലാണ് ഫ്ലോറൽ വർക്ക്. അതിന് മുൻപ് വരുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ബോർഡർ വരുന്നുണ്ട്, റിബൺ ബോർഡർ വരുന്നുണ്ട്. വീണ്ടും ത്രെഡ് എംബ്രോയിഡറിയിലാണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. മോട്ടീവ്സ് വരുന്നത് അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണിയെല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ബോർഡറും പല്ലും എല്ലാം ഒരേ പാറ്റേൺ തന്നെ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ലിനൻ ഫാബ്രിക് ആണ്. അതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലാഷി ലുക്കിൽ നല്ലൊരു പാർട്ടി വെയർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മുന്താണി സെയിം സ്റ്റൈൽ, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് സാരി വരുന്നത്. ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെയാണ്, വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ഫുൾ അതേ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഗ്രീനിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ഒരു ഗ്രീനിൽ ത്രെഡ് എംബ്രോയിഡറി. വീണ്ടും ആ മൾട്ടി കളറിൽ തന്നെയുള്ള ഫ്ലോറൽ പാറ്റേൺ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ആ ഒരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരുന്നത് ത്രൂ ഔട്ട് ദ സാരി. അപ്പറും ലോവറും എല്ലാം അതേ പാറ്റേൺ തന്നെ വരുന്നത്. മുന്താണി, ബ്ലൗസ് വരുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെയാട്ടോ. ആ ഒരു ഗ്രീനിൽ തന്നെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ബ്ലൗസിൽ വരുന്നത്. ഫസ്റ്റ് സാരി ഞാൻ ഡ്രേപ്പ് ചെയ്ത സാരിയിൽ ആ ഒരു കോറൽ പീച്ചിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സിൽ റണ്ണിങ് ബ്ലൗസ് വരും. നെക്സ്റ്റ് കളർ ഒരു ലാവൻഡർ പിങ്ക് ആണ്. ബേബി പിങ്കും ലാവൻഡറും കൂടി ഒരു ബ്ലെൻഡഡ് ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ലാവൻഡർ പിങ്കിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് വീണ്ടും ഫ്ലോറൽ വർക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ലിനൻ ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. സെയിം സ്റ്റൈൽ പല്ലു. ഫുൾ ആ ഒരു സെൽഫ് വൂവൺ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ വൂവൺ ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. സീ ബ്ലൂ ആൻഡ് സീ ഗ്രീൻ ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് അതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് ആ ഡബിൾ ബോർഡർ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതാണ് പാറ്റേൺ വരും. മുന്താണി സെയിം സ്റ്റൈൽ ആ ഒരു സെൽഫ് വൂവൺ പാറ്റേണിലായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വീണ്ടും ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു യെല്ലോ ടിൻഡഡ് മെഹന്തി ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫുൾ ബോഡിയിലും ഒരു വർക്ക് വരുന്നുണ്ട്. എല്ലാ സാരീസിന്റെയും ഫാബ്രിക് പറയുകയാണെങ്കിൽ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. റിബൺ ബോർഡർ സ്റ്റൈലായിരിക്കും ഡബിൾ ബോർഡർ പാറ്റേൺസ് വരുന്നുണ്ട് എല്ലാ സാരിയും. റണ്ണിങ് പല്ലു, സെൽഫ് ത്രെഡ് വൂവൺ സ്റ്റൈലായിരിക്കും വിത്ത് ബ്ലൗസ്. സെയിം അതേ സ്റ്റൈൽ തന്നെ വരുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന സാരീസ് എല്ലാം ഐവറി ക്രീമാണ്, പേൾ ക്രീമാണ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ. ഫാബ്രിക് ലിനൻ തന്നെയാണ്. അതിൽ നല്ല മൾട്ടി കളറിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സും സെയിം ടോണിൽ തന്നെ പേൾ ക്രീമിൽ തന്നെയായിരിക്കും ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത്. ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോർഡർ വരുന്ന പേൾ ക്രീമിൽ തന്നെ ഈ ഒരു സ്റ്റൈലാണ്. സിമ്പിൾ ഒരു റിബൺ ബോർഡർ വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ടോണിലുള്ള റിബൺ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ബോഡി ഈ ഒരു പാറ്റേൺ ആട്ടോ ഫുൾ സാരി. ഇത് നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷന് അമ്മമാർക്കും യങ്സ്റ്റേഴ്സിനും ഡ്രേപ്പ് ചെയ്യാം. കാരണം കോൺട്രാസ്റ്റ് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്കാണ് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് പല്ലു വരുന്നത്. ഫുൾ ത്രെഡ് വീവിലാണ് മുന്താണി വരുന്നത്. ഈ ഒരു പേൾ ക്രീം ബോർഡർ പല്ലുവിലും വരുന്നുണ്ട് കണ്ടിന്യൂ ചെയ്ത്. ഇതിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നതും ആ ഒരു ത്രെഡ് വൂവൺ പാറ്റേണിൽ തന്നെയുള്ള ബുട്ടി വർക്കിലാണ് വിത്ത് ബ്ലൗസ്. ഈ ഒരു പാറ്റേണിലാണ് ഒരു ബ്ലൗസ് വരുന്നത്. ഒരു പേൾ വർക്കിന്റെ എല്ലാം ആ ഒരു ഫിനിഷിലാണ് ആ ഒരു
എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്ലൗസിൽ. സെയിം കളർ പാലറ്റ് തന്നെയാണ്, പേൾ ക്രീം തന്നെയാണ്, ലിനൻ തന്നെ ഫാബ്രിക് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ത്രെഡിന്റെ കോമ്പിനേഷനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിന് മുൻപത്തെ സാരിയിൽ ഒരു റെഡ് ആയിരുന്നു, പ്രോമിനൻസി കൂടുതലുള്ള ത്രെഡ് റെഡ് ആയിരുന്നു. മൾട്ടി കളറിലാണ് ത്രെഡ് വരുന്നത്. ഇതിൽ വരുമ്പം നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് പ്രോമിനൻസി കൂടുതൽ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ആ ഫ്ലോറൽ മോട്ടീവ്സിന്റെ പാറ്റേണും എല്ലാം സെയിം തന്നെ. പീക്കോ ഗ്രീൻ മോട്ടീവ്സിലായിരിക്കും. ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ ബോഡിയിൽ വന്നിട്ട് പേൾ ക്രീമിൽ തന്നെയാണ് ബോർഡർ വരുന്ന സാരി. മുന്താണി കൂടി ഞാൻ ക്ലോസിൽ കാണിക്കാം. പല്ലു വരുന്നതും ഈ ഒരു പാറ്റേണിലാണ്. എല്ലാ സാരിയിലും ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് മുന്താണിയിൽ. ഇതിൽ കോറൽ പീച്ച് ആൻഡ് പീക്കോ ഗ്രീൻ ആണ് സാരിയുടെ പല്ലു. വീണ്ടും അതേ ആ പേൾ ക്രീമിൽ തന്നെയുള്ള വർക്കിലായിരിക്കും എഡ്ജ് വരുന്നത്. ബ്ലൗസ് എല്ലാ സാരീസും ഇതേ പാറ്റേൺ തന്നെയാണ് വരുന്നത് കേട്ടോ. പേൾ ക്രീം ടോണിൽ തന്നെ ആയിരിക്കും ബുട്ടി വർക്കിന്റെ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. സെയിം സ്റ്റൈൽ. ഇതിന്റെ ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പേർഷ്യൻ റോസ് ആണ്, വാടാമുല്ല കളറാട്ടോ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, ബോർഡർ ആൻഡ് പല്ലു. മസ്റ്റേർഡ് യെല്ലോ, പേർഷ്യൻ റോസ് ആൻഡ് ഗ്രീനിലാണ് പല്ലുവിൽ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഓക്സ്ഫോർഡ് ബ്ലൂവും മിഡ് നൈറ്റ് ബ്ലൂ ഗ്രേ ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ വർക്ക് വരുന്നത്. ഒക്കെ എല്ലാം സെയിം തന്നെ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ വരിക. സെയിം സ്റ്റൈൽ ബോർഡർ, മുന്താണി കോറൽ പീച്ച്, ഓക്സ്ഫോർഡ് ബ്ലൂ, ഗ്രേ, ഗ്രീൻ, മസ്റ്റേർഡ് യെല്ലോ, അങ്ങനെ മൾട്ടി കളറിലായിരിക്കും മുന്താണിയിൽ ഒരു വർക്ക് വരുന്നത്. ഇതാണ് ആ ഒരു ലോങ് വ്യൂ. ഇങ്ങനെ വരും സാരിയുടെ വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരി ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത് ലിനൻ ഫാബ്രിക്കില്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ കോറൽ പീച്ചാണ്. കോറൽ പീച്ചും ഒരു ഹണി ബ്രൗണും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. നമുക്കിനെ ക്ലോസർ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക വിത്ത് ബോർഡർ, മുന്താണി പേൾ ക്രീം തന്നെ ആയിരിക്കും സാരിയുടെ ആ ഒരു ബേസ് വന്നിട്ട് അതേ സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്.